is celebrated as World Heart Day. It is about connecting with our own heart, making sure we are nurturing and fueling them as best as we can, and using the power of digital to connect every heart everywhere. Now we can have a short video on World Health Day. Prayer is the opening of heart to God. We can start the program with a prayer. ലോകം ഇന്ന് ഹൃദ്രോഗ ദിനമായി കൊണ്ടാടുമ്പോൾ എല്ലാ ഹൃദ്രോഗ രോഗികളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ കൃപ നൽകുകയും അവരിലൂടെ ആശ്വാസം അനേകർക്ക് ലഭിക്കുകയും ചെയ്യണമേ. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നാളെയൊക്കെയായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. May I now invite Reverend Father M.C. Paulos, CEO of our institution, for the welcome and introductory speech. പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാറ്റമുണ്ടായിരിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കേണ്ട ഒരു മീറ്റിംഗാണിതെന്ന് പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മീറ്റിങ്ങിലെ വിശിഷ്ട അതിഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാമെന്നുള്ള എൻ്റെ കർത്തവ്യം. പരുമല ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പരുമല ആശുപത്രിയിൽ ആദ്യമായിട്ട് ലോക ഹൃദയ ദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്, ഫെബ്രുവരി മാസത്തിലാണ് പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കൊണ്ട് വളരെ അനുഗ്രഹകരമായിട്ട് ഇവിടുത്തെ ഹൃദ്രോഗ വിഭാഗം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഡോക്ടർ മഹേഷ് നളിൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കാർഡിയോളജിസ്റ്റുകളും സർജനും അനസ്തേഷ്യ ടീമും ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ ചേരുന്ന വളരെ നല്ലൊരു ടീം വളരെ ഭംഗിയായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ലോക ഹൃദയ ദിനത്തിൽ അതിപ്രശസ്തനായ ഡോക്ടർ മാത്യു ശാമുവേൽ കളരിക്കൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിസങ്കീർണമായിരിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റികൾ ഇന്നും 2-ാം തീയതി 3-ാം തീയതി ആയിട്ട് ആശുപത്രിയിൽ നടത്തുകയും ചെയ്യുകയാണ്. എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്, ദിവസങ്ങളാണ് നടക്കുന്നത്. ലോക കാർഡിയോളജി ദിനത്തോടനുബന്ധിച്ച് വളരെ ഇൻഫൻറ്റ് സ്റ്റേജിലുള്ള പരുമല കാർഡിയോളജി ആശുപത്രി അല്ലെങ്കിൽ പരുമല കാർഡിയോളജി സെൻറ്റർ ചെറിയ ധാരാളം പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇന്നലെ ഇവിടുത്തെ മുഴുവൻ ഡോക്ടേഴ്സിനും ചേർന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. വളരെ വിജ്ഞാനപ്രദമായ ക്വിസ് കോമ്പറ്റീഷനാണ്. അതിൽ പങ്കെടുത്ത ഡോക്ടേഴ്സെല്ലാം വളരെ അനുഗ്രഹകരമായിട്ട് പങ്കെടുത്തു. ഇന്ന് ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഹൃദയ ദിനത്തിൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് യുവർ ഹാർട്ട് എന്ന തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരമാണ്.
ബഹുമാനപ്പെട്ട പത്മശ്രീ ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കലിൻ്റെ ലീഡർഷിപ്പിൽ പരിമല കാർഡിയോളജി ടീമോട് ചേർന്ന് അതിസങ്കീർണമായിരിക്കുന്ന അഞ്ചിയോപ്ലാസ്റ്റികൾ ഇന്ന് വൈകിട്ട് ഒരു ഓൺലൈൻ പ്രോഗ്രാമായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സിനെല്ലാം കണ്ട് മനസ്സിലാക്കത്തക്കവണ്ണമുള്ളൊരു ഇൻ്റർനാഷണൽ സെമിനാറായിട്ട് ആ പ്രോഗ്രാം നടത്തുകയാണ്. ശനിയും ഞായറും 2-ാം തീയതി 3-ാം തീയതിയുമായിട്ട് കോൺഫറൻസുകളും മെഡിക്കൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ധാരാളം കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ലോക ഹൃദയ ദിനം ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമയത്ത് അതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഈ ആശുപത്രിയുടെ വൈസ് പ്രസിഡൻറ്റും നിർമ്മദ്രാസന മെത്രാപ്പോലിത്തായും ഏത് സമയത്തും ഈ ആശുപത്രിയുടെ ഏത് കാര്യത്തിനും മുൻപിൽ നിന്ന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിവന്ദനായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. 5 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞ് തിരുമനസ്സുകൊണ്ട് 4 തന്നെ എത്തി. ഈ സ്ഥാപനത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ താല്പര്യവും ലീഡർഷിപ്പും വളരെ അനുഗ്രഹകരമാണ്. അഭിമന്യ തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം മിസ്റ്റർ തോമസ് ജോസഫ് ബൊക്ക നൽകി സ്വീകരിക്കുന്നു. പത്മശ്രീ ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കൽ ഇതിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ആശുപത്രിയിലുള്ള സ്റ്റാഫും മറ്റംഗങ്ങളും ഒക്കെ അദ്ദേഹത്തെ മനസ്സിലാക്കി കാണും. ഫാദർ ഓഫ് അഞ്ചിയോപ്ലാസ്റ്റി ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ അഞ്ചിയോപ്ലാസ്റ്റിക്ക് ഇന്ത്യയുടെ ഒരു മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മുഖമാണ് ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കൽ. അദ്ദേഹം ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങുന്ന ഫെബ്രുവരി മാസം മുതൽ ഇതിൻ്റെ വളർച്ചയിൽ എല്ലാവിധ പ്രാർത്ഥനയും സഹകരണവും നേതൃത്വം ഞാനത് പലപ്പോഴും ഫോൺ ചെയ്ത് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഏത് വിധത്തിലുള്ള സഹായവും ലീഡർഷിപ്പും നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ രാവിലെ മുതലുണ്ട്. ഇന്ന് വൈകിട്ട് നടക്കുന്ന സങ്കീർണമായ അഞ്ചിയോപ്ലാസ്റ്റികൾക്കൊക്കെ വേണ്ട ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും പരിമല കാർഡിയോളജി ടീമിനോട് ചേർന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു നാടാണ്, വീടാണ് പരിമല. അതിന് ചെറുപ്പകാലങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുക, ചെറുപ്പകാലങ്ങളിൽ ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ വീട് പരിമലയാണ്. പരിമലയിൽ താമസിച്ച് പരിമലയിലെ നാട്ടുമ്പുറവും പരിമല പള്ളിയും ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന സ്ഥലങ്ങളാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ചികിത്സാർത്ഥം പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെ പച്ചയായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് പരിമല. അതുകൊണ്ട് ഈ ആശുപത്രിയോടും വളരെ സ്നേഹവും കരുതലും താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ നേതൃത്വം നൽകാമെന്ന് സമ്മതിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനായ ഡോക്ടർ പത്മശ്രീ ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കനെ ഞാൻ ഈ ആശുപത്രിയിലേക്ക് ക്ഷണിക്കുന്നു. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ മാത്യു ഉമ്മൻ അവർ രണ്ടുപേരും നല്ല ബന്ധത്തിൽ കുടുംബാംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കിൻ്റെ പ്രിയ പത്നി മിസ്സസ് ബീന മാത്യു നമ്മളോടൊപ്പം മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഒക്കെ നൽകി സ്വീകരിക്കുന്നു. ഈ മീറ്റിങ്ങിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ആശംസ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാ കാര്യത്തിനും മുൻപന്തിൽ നിൽക്കുന്ന പരിമല സെമിനാരി മാനേജറായിരിക്കുന്ന ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന അതിൻ്റെ ടീം ലീഡറായിട്ട് ഇവിടുത്തെ HOD ആയിട്ട് പ്രവർത്തിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും താല്പര്യവും പിടിച്ചു പറ്റിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മഹേഷ് കുമാർ നാളിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നല്ല ടീം വർക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സാജിൻ അഹമ്മദ്, സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ, അതുപോലെ തന്നെ ഡോക്ടർ രാജഗോപാൽ സാറ്, ഡോക്ടർ അജിത്, അദ്ദേഹത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റെല്ലാ ഡോക്ടേഴ്സിനെയും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും പരിമല ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, മറ്റെല്ലാ ഈ ആശുപത്രിയുടെ എല്ലാ രംഗങ്ങളും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഡോക്ടേഴ്സും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഈ ഡോക്ടർ മാത്യു ശ്യാമൽ കളരിക്കലിലൂടെ എത്തിച്ചേർന്നുള്ള മറ്റെല്ലാ ടീം അംഗങ്ങളും ആയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷെൽട്ടൺ വി റാഫേലിനെ സ്വാഗതം ചെയ്യാണ്. ജോയി ആലുക്കാസ് ടീമിൻ്റെ തിരുവല്ല യൂണിറ്റിൻ്റെ മാനേജറാണ്. അദ്ദേഹവും ടീം അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നടത്തുന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം യൂസ് യുവർ ഹാർട്ട് എന്ന തീമിൻ്റെ അടിസ്ഥാന മത്സരത്തിൻ്റെ നമ്മുടെ സ്പോൺസേഴ്സായിട്ട് നമ്മുടെ പ്രവർത്തിക്കുകയും ആ മത്സര വിജയികൾക്ക് നല്ല ഒരു സ്വർണ്ണ സമ്മാനം നൽകുകയും ചെയ്യുന്നത് ജോയി ആലുക്കാസ് ഗ്രൂപ്പാണ്. അത് ഷെൽട്ടൻ്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. ഷെൽട്ടനെ മറ്റ് ടീം അംഗങ്ങളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഫാദർ. I welcome His Grace Dr. Yohanan Mar Chrysostomos, Metropolitan of Diradam Diocese and the Vice President of St. Gregorios Medical Mission Hospital for the Presidential Address.
ദൈവ തിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മലയാളിക്ക് അഭിമാനം എന്ന് അവകാശപ്പെടാവുന്ന പരിമല പോലെയുള്ളൊരു പ്രദേശത്തിന് അഭിമാനകരമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോകപ്രശസ്തി ആർജിച്ച് കാർഡിയോളജി രംഗത്ത് അനുഗ്രഹകരമായ ശുശ്രൂഷ നടത്തുന്ന പത്മശ്രീ ഡോക്ടർ മാത്യു ശമുവേൽ കളരിക്കൽ അവറുകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട പൗലോസ് അച്ഛൻ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ലോകം ഇന്ന് ഹൃദയ ദിനമായി ലോകമെമ്പാടും കൊണ്ടാടുന്നു. മലയാളത്തിലെ 2 പത്രങ്ങളിൽ, മാതൃഭൂമിയിലും ദീപികയിലും, ഈ വിഷയത്തെക്കുറിച്ച് നല്ല ലേഖനങ്ങൾ ഈ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ളവരുടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 3 ദശലക്ഷം ആൾക്കാരാണ് ഒരു വർഷം ഹൃദയ സംബന്ധമായ രോഗത്താൽ മരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിതി വിവരക്കണക്ക്. ഒരു വർഷം 3 ദശലക്ഷം ഇന്ത്യക്കാർ മരിക്കുന്നത് ഹൃദ്രോഗം മൂലം ആണെന്ന്. പ്രധാന കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതും സൂചിപ്പിച്ചിരിക്കുന്നതും ശാരീരികമായ അധ്വാനത്തിൻ്റെ കുറവ്, ആധുനിക ലഘുപാനീയങ്ങൾ, ഫാസ്റ്റ് ഫുഡ് പോലെയുള്ളവയുടെ അമിതമായ ഉപയോഗം, പുകവലി, പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ തുടങ്ങിയവ. നമ്മുടെ സംസ്കാരത്തിൽ ഇതൊന്നും ക്രമമായി പരിശോധിക്കാൻ ഉള്ള സംവിധാനമുണ്ടെങ്കിലും ഉള്ള സംവിധാനങ്ങളെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ നമ്മൾ മുതിരുന്നില്ല. ഭക്ഷണക്രമവും വ്യായാമവും ഒരു പരിധിവരെ ഈ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു എന്ന് ഈ ലേഖനത്തിൽ ഒരു ഡോക്ടർ നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായ വ്യായാമം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതും. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ അല്പം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ അകറ്റി നിർത്താനായിട്ട്, നിയന്ത്രണ വിധേയമാക്കി തീർക്കാനായിട്ട് സാധിക്കും എന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ സാക്ഷിക്കുന്നു. കുറേ കൂടി ശ്രദ്ധാലുക്കളാകുക, ആരോഗ്യത്തെക്കുറിച്ച് കുറേ കൂടി ഉത്സാഹമുള്ളവരായി തീരുക, ഈ കാര്യങ്ങൾ ഒക്കെ കൂടുതൽ ബോധവൽക്കരിക്കാനും ഇന്നും ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ രോഗസംബന്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഡോക്ടർ മാത്യു ശമുവേലിനെ പോലെയുള്ള മഹൽ വ്യക്തികൾ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു തിരുമേനി. എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്തുണ, അല്ലെങ്കിൽ എൻ്റെ ബാക്ക് ബോർഡ് എന്ന് പറയുന്ന ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയാണ്. മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട മാത്യു ഉമ്മൻ, അതുപോലെ തന്നെ യോഹന്നാൻ ഈശോ, അതുപോലെ തോമസ് ജോസ് ഇവിടെ സന്നിഹിതരാണ്. ഒറ്റ വാക്കിൽ അവരെ 3 പേരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് എല്ലാ ഹൃദയ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെയും പേരിൽ അദ്ദേഹത്തെ തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് ആദരിക്കുകയാണ്. ഞങ്ങളുടെ ആദരവ് ദയവേദി വലിയ ദിവസത്തിൽ അദ്ദേഹം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you, Tirumeni. We have with us an eminent cardiologist, Padma Shri Dr. Matthew Samuel Kalarikal, who is also known as the father of angioplasty in India. I now request Padma Shri Dr. Matthew Samuel Kalarikal for the inauguration and inaugural speech. I request all the dignitaries on the dais to join.
അഭിമന്യ തിരുമേനി, പൗലോസ് അച്ഛൻ, ഡോക്ടർ മഹേഷൻ, ഫ്രണ്ട്സ്, ഞാനൊരു പ്രസംഗവും സംഭാഷണങ്ങളും ഒന്നും പറയാനായിട്ട് തയ്യാറായല്ല വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ഇന്നേ ദിവസം ഈ ഒരു വേൾഡ് ഹാർട്ട് ദിനം ആഘോഷിക്കുന്ന സമയത്ത് അടുത്ത ആഴ്ചയിൽ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റിയിൽ പങ്കുചേരാനായിട്ടൊരു അവസരം കിട്ടിയത് ഞാൻ വിനിയോഗിച്ചെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുമേനി അച്ഛനും പറഞ്ഞ പോലെ പരുമല ഞാൻ എൻ്റെ അവധിക്കാലം മുഴുവൻ ചെറുപ്പകാലത്ത് ചിലവഴിച്ച സ്ഥലമാണ്. എൻ്റെ അമ്മ ഇവിടെ അരിയൂറത്തെയാണ്, കൊച്ചുവയുടെ പെങ്ങള്. വളരെയധികം ഈ സ്ഥലത്തോട് സന്തോഷമായിട്ട് ബന്ധമുണ്ട്. അതിലും കൂടുതൽ പരുമല കൊച്ചു തിരുമേനിയോട് വലിയ കടപ്പാടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും വന്നിട്ടുള്ളതുമായ നന്മകൾ ഞങ്ങളുടെ ആരുടെയും ബുദ്ധിയോ കഴിവോ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ മാത്രമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ വന്ന് ഇവിടെയുള്ള വളരെ പ്രഗത്ഭന്മാരായ ഡോക്ടർ മഹേഷും സാജനും അരുണും അവരുമൊക്കെ ആയിട്ട് ചേർന്ന് അടുത്ത ഒരാഴ്ച ഞങ്ങളുടെ എക്സ്പീരിയൻസും നോളജും ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. കാർഡിയോളജി ഫീൽഡ് മറ്റ് സയൻസ് പോലെ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എന്നും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇൻ്റർനാഷണൽ കോഓപ്പറേഷനും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധം പുലർത്താനും അവിടെ നടക്കുന്ന വ്യത്യസ്തമായ ചിന്തയും വ്യത്യസ്തമായ ഡെവലപ്മെൻറ്റ്സും മനസ്സിലാക്കുവാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. പണ്ട് നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പിന്നെ യൂറോപ്പിലും ഒക്കെ നടത്തുന്ന അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇങ്ങോട്ട് പകർത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ത്യയിൽ നടക്കുന്ന എസ്പെഷ്യലി കാർഡിയോളജി ഫീൽഡിൽ ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് വളരെയധികം കൂടുതലുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പഠിപ്പിക്കാനും അങ്ങോട്ട് ഷെയർ ചെയ്യാനും ഉള്ള ഒരു അവസരം കിട്ടുന്ന ഒരു ദിനമായിട്ട് മാറി. ആ ദിനമായിട്ട് ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ അമേരിക്കയിൽ നിന്നും ഉള്ള 3 ഡോക്ടേഴ്സ് ഒരേ വേദിയിൽ കേസ് ചെയ്യാനും പ്രസംഗിക്കാനും ഞങ്ങളിവിടെ ഡോക്ടർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കേസ് ഞങ്ങൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും അത് ലൈവായിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർക്ക് കാണുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അവരെ പഠിപ്പിക്കാനോ നമുക്ക് അവരിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഇസ് വെഞ്ചർ ടു ക്രിയേറ്റ് ആൻ ഇൻ്റർനാഷണൽ ഫോറം ടു ഷെയർ ദ നോളജ്. ഇതാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ആവശ്യം. ഇത് കഴിഞ്ഞ അടുത്ത 2-3 ദിവസങ്ങളിൽ ഞങ്ങളൊരു 10-12 കേസ് ലൈവായിട്ട് ചെയ്യുവാനും ഇവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ഡോക്ടേഴ്സും ബാക്കിയുള്ള ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഇതിനോടനുബന്ധിച്ച ഈ ആഴ്ചയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് this is an imparting of knowledge and sharing of knowledge, and let us hope everything comes well, and I wish this institution all the best.
and I was really impressed with the infrastructure they have built up. I am coming here for the first time. വളരെ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ഡോക്ടേഴ്സും നല്ല കേസസും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്തിന് ഇവിടെയുള്ള ആൾക്കാർക്കും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്കും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ളവർക്കും പ്രയോജനമായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Now I invite Reverend Father N.C. Kuriakos, Parimala Seminary Manager, for the felicitation. അഭിനന്ദ തിരുമേനി, ഇന്നത്തെ മുഖ്യ അതിഥിയായിരിക്കുന്ന പഠനശ്രീ ഡോക്ടർ മഹേഷ് സാമുവൽ കളറിക്കൽ അവറുകൾ, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരിക്കുന്ന മഹേഷ് ഡോക്ടർ, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, ലോക ഹൃദയ ദിനത്തിൽ പരുമല ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നതായ ഈ മീറ്റിങ്ങിന് എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും. യഥാർത്ഥമായ ആ താളത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകത്ത് മെഡിക്കൽ രംഗത്ത് ഹൃദയത്തെ സംബന്ധിച്ചുള്ളതായ പഠനങ്ങളെല്ലാം ഡോക്ടർ ഓർപ്പിച്ചതുപോലെ ഇന്ത്യയിലും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലൂടെ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അത് സംബന്ധിച്ചുള്ളതായ അവയർനെസ് ഉണ്ടാക്കുവാനും ഒക്കെ ഈ പ്രോഗ്രാമിലൂടെ സാധിക്കുന്നു. പരിമല ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരനുഭവം കൂടിയാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റേതായ നല്ല റിസൾട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ എപ്പോഴും പരിമല ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ മഹേഷ് ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ അതിനാവശ്യമായ എല്ലാ നേതൃത്വവും കൊടുക്കുകയും ഈ ക്രമീകരണങ്ങളിലെല്ലാം തന്നെ സഭയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ന് പരിമല ഹോസ്പിറ്റലിൻ്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത ഈ ഹോസ്പിറ്റലിന് ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഓരോ സമയങ്ങളിലും അത്ഭുതകരമായി വഴിനടത്തിയിട്ടുള്ളതാണ് ഈ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, Father. Now I invite Dr. Mahesh Nalin Kumar, HOD and Senior Consultant of Cardiology, for the felicitation. ബഹുമാനപ്പെട്ട തിരുമേനി, മാത്യു sir, a few words about Matthew Samuel sir. He was Padma Shri from the President of India. It's the 4th highest civilian award that one can get. Sir MBBS ചെയ്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് നിന്നും, MD സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്നും, DM from Madras Medical College. So he also did his fellowship from European Society of Cardiology, Society for Cardiovascular Angiography and Interventions, and American College of Cardiology. Sir is the chairman of the National Angioplasty Registry of India and president of Asia Pacific Society of Interventional Cardiology. Sir was the first Indian to have trained under the worldwide father of cardiology, the interventional cardiology is called Dr. Andreas Grunsing,
sir was his student, and there was a photograph shown. And whatever else I wanted to say has already been shown in the video that preceded this. He's been decorated with the B.C. Roy Award for Interventional Cardiology in the 1990s, Lifetime Achievement Award for contributions in cardiology, and Doctor of Science Award by the Dr. MGR University. To get a man of his caliber to come down to this small place and bless us with his presence and guide us with his immense knowledge. He's a very sought after teacher. In any webinar you see, the certain topics are the final word in cardiology is from Dr. Matthew Samuel. I'm extremely grateful and honored that we have him here with us, and we have collected about 10 to 12 extremely difficult cases just to make sure that we extract the maximum out of him and let him teach us. He's been very polite to say that it's an interaction. It is not. It is one-to-one teaching. And I'm sure that we will be benefited tremendously by his presence here. I also thank Madam for being here with us today. Thank you so much. It's like a family meet, and the feeling is like before the exam. We have a live case to go to. So thank you, and I thank sir once again for his presence here and for all the help he did to us. Thank you. Thank you, sir. I invite Dr. Sajan Ahmed, Senior Consultant of Cardiology Department, for felicitation. Respected dignitaries and dear friends, I just have three things to say. One, we know the heart is very special to all of us. ഹൃദയത്തെ സ്പർശിച്ച കവിത സംഭവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. And it is the first organ to develop in the embryo. ഒരു അമ്മയുടെ ഉദരത്തിൽ ആദ്യമായിട്ട് ഒരു ലൈഫ് ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഹാർട്ടാണ്. But the heart, cannot function alone. It needs all the other organs to function along with that. We are very happy. The Department of Cardiology would like to thank all of you, all the doctors in all the departments, our junior doctors, the nurses, the cath lab staff, technicians, and all the people who have organized this wonderful function for working together as a team. Number two, World Heart Day is celebrated every year. We forget about it the day it is over. We should think about the heart every day. For everyone, I think this year it is September 29th, but for me personally, it was yesterday when I got the chance to sit with sir for half an hour and discuss few cases. He was so kind to us, and I think for me, September 28th, that is yesterday, was my World Heart Day. And finally, the aim of our hospital is happy healing. So that's what I exhort everyone. We should have happy doctors, happy nurses, happy staff, so that our patients can be healed happily. Thank you. Thank you, sir. Now I invite His Grace Dr. Yohanan Marchrysostomos to give away the prizes for the quiz competition winners. Dr. Srikumar, the neurosurgery department head, surgery department head, team excellent at perform the team. Okay. Thank you, Tirumeni. I invite Reverend Father M.C. Paulo, CEO of our institution, and Mr. Shelton V. Raphael, manager of Joy Alucas, Tiruvalla, to launch Use Heart to Win a Heart mobile photography contest. Thank you all. Now I invite Dr. Sharon Joseph, Medical Superintendent, to deliver the vote of thanks. Good afternoon to all. Now we come to the last part of our meeting. I am here to propose the vote of thanks. Dr. Matthew Samuel Kalarikal is a world-renowned cardiologist, and we are all proud that he is from other state, Kerala, and I am really proud that he is from Kottayam, and he is from Kottayam Medical College in the Nadu. Okay, your presence and words now gave us a very boost to all of us, and I hope and pray and expect that this healthy relationship lasts for long. Thank you so much, sir and ma'am. Thank you so much for coming here.
Your Grace, Dr. Yohanan Mar Chrysostomos Tirumeni, ഞങ്ങളുടെ തിരുമേനി, your words, guidance and support is something we Parimala family always cherish. Thank you so much, Tirumeni. I need not mention the name of Reverend Father M.C. Paulos Sachin, but being the soul, spirit and brain behind all our programs, his commitment and dedication driving us forward. Thank you so much, Sachin. I thank all the dignitaries for your kind words. Reverend Father M.C. Kuriakos Sachin, Dr. Sajan, and everybody. Thank you so much. And finally, before I conclude, let me remember our Holy Father departed from us, Paulos II Bava Tirumeni, whose one of the last program he blessed and attended is his worldly life is the inauguration of our cardiology department. I am sure that Holy Father's soul might be rejoicing in heaven for all of us. With this verse, I thank all of you for attending this meeting. Thank you so much. Thank you, ma'am. Now let's all rise up for the benediction. May the love of God the Father, the grace of the only begotten Son, presence and fellowship of the ever-abiding Holy Spirit be with us all, now and forevermore. Amen.